പ്രശാന്ത് കിഷോർ ഫീസ് ഈടാക്കി പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായിക്കുന്ന പ്രൊഫഷണൽ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ്. ഇക്കുറി ബീഹാറിൽ ജൻസുരാജ് എന്ന പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ പേരിൽ മത്സരിച്ചതും ഇതേ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതയുടെ ഭാഗമാണോ? അത്തരം ഒരു സംശയം ഉയർത്തുന്നതാണ് ബീഹാറിൽ ജൻസുരാജ് പാർട്ടിയുടെ രൂപീകരണവും മത്സരവും. കരാറിൽ ഏർപ്പെടുന്ന പാർട്ടിക്ക് വേണ്ടി പിന്നണിയിൽ നിന്ന് തന്ത്രങ്ങൾ നടപ്പാക്കുകയായിരുന്നു ഇതുവരെ പ്രശാന്ത് കിഷോർ ചെയ്തിരുന്നത്. എങ്കിൽ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രയോഗിച്ചതും ഇതേ തന്ത്രം തന്നെയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. ഏതെങ്കിലും പാർട്ടിയോട് പ്രത്യേകമായ കൂറോ ഏതെങ്കിലും രാഷ്ട്രീയ ആശയങ്ങളോട് പ്രത്യേകമായ താല്പര്യമോ മമതയോ ഉള്ള ആളല്ല പ്രശാന്ത് കിഷോർ. പണം നൽകുന്ന പാർട്ടിക്ക് വേണ്ടി വൃത്തിയായി പണിയെടുത്ത് വാങ്ങിയ പണത്തിനുള്ള പ്രതിഫലം തെരഞ്ഞെടുപ്പുകളിൽ ഉറപ്പാക്കി നൽകുന്ന പ്രൊഫഷണലാണ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ ബീഹാറിൽ പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചതും ഇത്തരം ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കരാറിൻ്റെ ഭാഗമാണോ എന്നതാണ് സംശയം. BJP-JDU സഖ്യത്തിൻ്റെ വിജയത്തിനു വേണ്ടി പ്രശാന്ത് കിഷോർ ഏറ്റെടുത്ത പ്രൊഫഷണൽ കരാറായിരുന്നോ ബീഹാറിലെ ജൻസുരാജ് പാർട്ടി രൂപീകരണവും മത്സരവും? ബീഹാറിൽ RJD നേതൃത്വം നൽകിയ മഹാഗഡ്ബന്ധൻ്റെ പരാജയത്തിന് ഒരു പ്രധാന കാരണമായി നിന്നത് പ്രശാന്ത് കിഷോറും 243-ൽ 238 സീറ്റുകളിലും മത്സരിച്ച ജൻസുരാജ് പാർട്ടിയുമാണ്. ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിൽ ജൻസുരാജ് പാർട്ടിയുടെ പങ്ക് വലുതായിരുന്നു. വോട്ട് കണക്കുകൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തത വരും. ഭരണവിരുദ്ധ വികാരമുള്ളവരിൽ പോലും RJD സഖ്യം ഈ നിതീഷ് കുമാർ സർക്കാരിന് ബദലല്ല എന്നൊരു തോന്നൽ സൃഷ്ടിക്കാനും NDAയേക്കാൾ മോശമാണ് RJDയുടെ ഭരണം ബീഹാറിൽ വന്നാൽ എന്ന ഒരു തോന്നൽ സൃഷ്ടിക്കാനും പ്രശാന്ത് കിഷോറിൻ്റെ പ്രചാരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജൻസുരാജ് പാർട്ടി പിടിച്ച വോട്ട് മാത്രമല്ല മഹാഗഡ്ബന്ധനെ വീഴ്ത്തിയത്. നിതീഷ് സർക്കാരിനേക്കാൾ മോശമാവും RJD ഭരണം എന്ന വലിയൊരു പ്രതിച്ഛായ അല്ലെങ്കിൽ അത്തരമൊരു തോന്നൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രശാന്ത് കിഷോറിൻ്റെ തന്ത്രങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജൻസുരാജ് പാർട്ടിയുടെ മത്സരം ബീഹാറിൽ വിജയിക്കുക എന്നതിനപ്പുറം ഇക്കുറി NDAയുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നോ എന്നുള്ള സംശയം ഉയരുന്നത്. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ മോശമായിരുന്നത് 2012-ൽ ഗുജറാത്തിൽ മോദിക്ക് 3ാം ഊഴം ഉറപ്പാക്കിയത് പ്രശാന്ത് കിഷോറിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞത തന്നെയായിരുന്നു. അങ്ങനെയാണ് പ്രശാന്ത് കിഷോർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 2014-ൽ NDAയ്ക്ക് ഇന്ത്യയുടെ ഭരണം ഉറപ്പാക്കി നൽകിയതിന് പിന്നിലെ പ്രൊഫഷണൽ തന്ത്രജ്ഞതയും പ്രശാന്ത് കിഷോറിൻ്റേതായിരുന്നു. BJPക്കും JDUവിനും വേണ്ടി മാത്രമല്ല, കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും DMKയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും YSR കോൺഗ്രസ് പാർട്ടിക്കും ഒക്കെ വേണ്ടി പ്രശാന്ത് കിഷോർ ജോലി ചെയ്തിട്ടുണ്ട്. അവരുടെ കരാർ ഏറ്റെടുത്ത് വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട്. പാർട്ടി ഏതെന്നത് ഒരിക്കലും പ്രശാന്ത് കിഷോറിൻ്റെ വിഷയമായിരുന്നില്ല. താനുമായി കരാറുണ്ടാക്കുന്ന പാർട്ടിക്കായി തന്ത്രങ്ങൾ നടപ്പാക്കുക, അത് വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. അതാണ് പ്രൊഫഷണൽ മികവ്. ഇതിൽ ഉത്തർപ്രദേശിൽ 2007-ൽ കോൺഗ്രസിന് വേണ്ടി ഏറ്റെടുത്ത ഒരു ജോലിയിൽ മാത്രമാണ് ഒരു കനത്ത പരാജയം പ്രശാന്ത് കിഷോറിന് നേരിടേണ്ടി വന്നത്. പക്ഷേ ബാക്കി മുഴുവൻ ഉത്തരവാദിത്വം നോക്കിയാൽ ഏറ്റെടുത്ത ജോലിയിൽ വളരെ ഉയർന്ന വിജയശതമാനം തെളിയിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ തന്നെയാണ് പ്രശാന്ത് കിഷോർ. എന്തായാലും ഇത്തവണ പ്രശാന്തിൻ്റെ തന്ത്രത്തിൻ്റെ ഗുണഭോക്താക്കളായത് ബീഹാറിൽ JDU BJPയുമാണ്. ബീഹാർ രാഷ്ട്രീയം നന്നായി അറിയുന്ന ആളാണ് പ്രശാന്ത് കിഷോർ. ഒരിക്കൽ 2015-ലെ ലാലുവിനെയും നിതീഷിനെയും ഒക്കെ ഒന്നിപ്പിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതയുടെ ഉപജ്ഞാതാവും അത് നടപ്പാക്കിയ ആളുമൊക്കെയാണ്. ബീഹാറിൽ JDUവിൻ്റെ വൈസ് പ്രസിഡൻ്റായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രശാന്ത് കിഷോർ. അതുകൊണ്ട് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെ അടിമുടി നന്നായി അറിയാവുന്ന ആളാണ്. ലോകത്തിലെ തന്നെ മികച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരിൽ ഒരാൾ കൂടിയാണ് എന്നതിലും സംശയമില്ല. അങ്ങനെ ഒരു പ്രശാന്ത് കിഷോർ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ച് ബീഹാറിൽ മത്സരിക്കുമ്പോൾ തൻ്റെ പാർട്ടി പച്ച തൊടില്ലെന്ന് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളല്ല എന്ന് വിശ്വസിക്കുക തൽക്കാലം പ്രയാസമാണ്. തൻ്റെ പാർട്ടിയുടെ മത്സരം NDAയാണ് സഹായിക്കുക എന്നതും അറിയാത്ത ആളുമല്ല പ്രശാന്ത്. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ജൻസുരാജ് പാർട്ടിയുടെ രൂപീകരണവും അതിനുവേണ്ടി കോടികൾ ചിലവഴിച്ചുള്ള പ്രചാരണവും എന്നതിലൊക്കെ സംശയങ്ങൾ ന്യായമായും ഉയരുന്നുണ്ട്. അത് BJPയുമായും JDUവുമായും നേരത്തെ ഉണ്ടാക്കിയ ഒരു പ്രൊഫഷണൽ കരാറിൻ്റെ ഭാഗമായിരുന്നോ എന്നത് ഇനി അറിയേണ്ടതാണ്. പക്ഷേ ആത്യന്തികമായി ഈ തൻ്റെ പാർട്ടി രൂപീകരണം കൊണ്ടും
തൻ്റെ പ്രചാരണ രീതി കൊണ്ടും ഗുണമുണ്ടാകുന്നത് NDAക്കാണെന്ന് കൃത്യമായി തന്നെ മറ്റാരേക്കാളും അറിയുന്ന ആൾ തന്നെയാണ് പ്രശാന്ത് കിഷോർ എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരാളാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു സംശയം, ഇതൊരു പ്രൊഫഷണൽ കരാറിൻ്റെ ഭാഗമായിരുന്നോ എന്നുള്ള സംശയം ഉയരുന്നത്. ഇതുവരെ പിന്നണിയിൽ നിന്നാണ് തന്ത്രങ്ങൾ നടപ്പാക്കിയതെങ്കിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി നടപ്പാക്കിയതും അതേ കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള തന്ത്രജ്ഞതയാണോ എന്ന സംശയം ന്യായമായുമുണ്ട്. ഇതൊക്കെ ഇനി തെളിയേണ്ട കാര്യങ്ങളാണ്. ഇതായിരുന്നോ ശരി, അതോ ഇനി മറ്റു വല്ല ഉദ്ദേശമാണോ പ്രശാന്ത് കിഷോറിനുണ്ടായിരുന്നത്? അവിടെ അധികാരം ഭാവിയിൽ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു അടിത്തറ ഒരുക്കൽ മാത്രമായിരുന്നോ എന്നതൊക്കെ വരും നാളുകളിൽ തിരിച്ചറിയാനും കഴിയും.